ഗുഡ് മോർണിംഗ് ഓൾ. എൻ്റെ പേര് ജോപ്പി മാർക്കോസ്. എല്ലാവർക്കും ഇക്വിറ്റി മാക്സ് റിസർച്ചിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 13 മെയ് 2025 ചൊവ്വാഴ്ച. എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആയ ഒരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് അപ്ഡേറ്റ്സിലേക്ക് കടക്കാം. നമുക്ക് ഇന്നലെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ് റാലിയാണ് ഇന്ത്യൻ മാർക്കറ്റ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. ഏകദേശം നിഫ്റ്റിയൊക്കെ ആണെങ്കിൽ 916 പോയിന്റ്, അതായത് 3.8% ഹൈക്കിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ 1787 പോയിന്റ്, ഏകദേശം 3.3% ഹൈക്കിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ സെൻസെക്സും കൂടെ നോക്കുകയാണെങ്കിൽ 3.7% ഹൈക്കിലാണ് സെൻസെക്സും ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇന്നലെ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് നോക്കുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ് റാലി തന്നെ നടത്തി. നമുക്ക് FISന്റെ ഭാഗത്തു നിന്നാണെങ്കിലും DISന്റെ ഭാഗത്തു നിന്നാണെങ്കിലും വൻ തോതിലുള്ള ഒരു ബൈങ് ആയിരുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്നലെ നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പം ഇതൊക്കെ നമുക്ക് കാണാൻ സാധിച്ചതിന് ഒരു കാരണമുണ്ട്. നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വാർ അവസാനിച്ചതായിട്ട് പ്രഖ്യാപിച്ചതിൻ്റെ പേരിലാണ് ഇത്രമാത്രം ഉള്ള ഒരു പോസിറ്റീവ് റാലി ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ ഗ്ലോബൽ മാർക്കറ്റിനെയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റും എല്ലാം പോസിറ്റീവിലാണ് ഇന്നലെ ഓപ്പൺ ചെയ്തത്. ഏകദേശം ഡോ ജോൺസ് നോക്കുകയാണെങ്കിലും നാസ്ഡാക്ക് നോക്കുകയാണെങ്കിലും നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് തന്നെയായിരുന്നു കാണിച്ചിട്ടുള്ളത്. കാരണം തന്നെ നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ വാറിനെ മെയിനായിട്ട് പിന്താങ്ങിയിരുന്നത് ട്രംപിൻ്റെ ഭാഗത്ത് തന്നെയായിരുന്നു. കാരണം ട്രംപിൻ്റെ ഇടപെടലോടെ തന്നെയാണ് നമുക്ക് ഇത്രമാത്രം ഒരു പോസിറ്റിവിറ്റി ഗ്ലോബൽ മാർക്കറ്റിൽ നമുക്ക് കാണാൻ സാധിച്ചത്. അതേപോലെ തന്നെ മറ്റൊരു കാരണവുമുണ്ട്. ചൈന അതേപോലെ തന്നെ US തമ്മിലുള്ള ട്രേഡ് ഓട്ടോ താരിഫിൻ്റെ എഗ്രിമെൻറ്റ് അവർ വീണ്ടും ഒരു 90 ദിവസത്തേക്ക് നീട്ടിവെച്ചിട്ടുണ്ട്. അപ്പം രണ്ട് രാജ്യങ്ങളും അതിനൊരു താരിഫിൽ ഒരു റിഡക്ഷൻ വെച്ചിട്ടുള്ളതിൻ്റെ പേരിലും നല്ല രീതിയിലുള്ള ഒരു ഹൈക്ക് ഗ്ലോബൽ മാർക്കറ്റിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇന്നും മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യയുടെ ഒരു ഡാറ്റ ഇന്ന് റിലീസ് ആവുന്നുണ്ട്. ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ ഓൺ ഇയർ ഡാറ്റ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് റിലീസ് ആവും. അപ്പം ഇതിൻ്റെ ബേസിൽ ചെറിയ രീതിയിലുള്ള വേരിയേഷൻസ് നമുക്ക് നാളെ ഇന്ന് മാർക്കറ്റിൽ കാണുന്നതായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് US ഭാഗത്ത് നിന്ന് കോർ ഇൻഫ്ലേഷൻ റേറ്റ് മന്ത് ഓൺ മന്ത് ഡാറ്റയും അതേപോലെ തന്നെ ഇയർ ഓൺ ഇയർ ഡാറ്റയും വൈകുന്നേരം 6 മണിക്ക് റിലീസ് ആവുന്നുണ്ട്. അതേപോലെ തന്നെ US CPI ഡാറ്റ അതേപോലെ US അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഡാറ്റയും നമുക്ക് ഇന്ന് 11 മണിക്ക് റിലീസ് ആവുന്നതായിരിക്കും. അപ്പം ഫോറക്സിലൊക്കെ ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ വളരെ ശ്രദ്ധിക്കുക. നല്ല രീതിയിലുള്ള ചേഞ്ചസ് ഈ ഡാറ്റ റിലീസ് ആകുമ്പോൾ തന്നെ മാർക്കറ്റിൽ വരുന്നതായിരിക്കും. അതേപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിവിഡൻഡ് ചില കമ്പനീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്റ്റ് ₹5 പെർ ഷെയർ, അതേപോലെ തന്നെ IFGL റിഫ്രാക്ടറീസ് ₹6 പെർ ഷെയർ, അതേപോലെ തന്നെ IRB ഇൻബിറ്റ് ഫണ്ട് ₹2 പെർ ഷെയറാണ് ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതേപോലെ നമുക്ക് ഇന്നത്തെ ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ടോപ്പ് ഗെയിനേഴ്സും ടോപ്പ് ലൂസേഴ്സിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഇൻഫോസിസ് ഏകദേശം 7.9% ഹൈക്കാണ് ഇന്നലെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ അദാനി എൻ്റർപ്രൈസ് 7.7% ഹൈക്കും ശ്രീറാം ഫിനാൻസ് 7.4% ഹൈക്കും ഇന്നലെ മാർക്കറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇന്നലെ ഇൻഡസ്ഇൻഡ് ബാങ്ക് ഏകദേശം 3.6% ഫാളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ സൺ ഫാർമസ്യൂട്ടിക്കൽസ് ഏകദേശം 3.3% ഫാളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇൻഡസ്ഇൻഡ് ബാങ്ക് ഒക്കെ ഇത്ര നല്ല രീതിയിൽ താഴേക്ക് ഇത്രയും പോസിറ്റീവായ സമയത്ത് ഇറങ്ങാൻ തന്നെ കാരണം ഓഡിറ്റേഴ്സൊക്കെ വന്നാൽ നല്ല രീതിയിലുള്ള ഒരു റെയ്ഡ് ഇൻഡസ്ഇൻഡ് ബാങ്കിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പേരിൽ ചെറിയ ക്രമക്കേടുകളൊക്കെ അവർ കണ്ടുപിടിച്ചു. അതിൻ്റെ പേരിലാണ് ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഷെയർ ഇത്രമാത്രം ഇറങ്ങിയിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് പല കമ്പനീസിൻ്റെയും Q4 റിസൾട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. അതായത് മാക്സ് ഫിനാൻഷ്യൽ സർവീസ് ലിമിറ്റഡ്, സിപ്ല, ടാറ്റ മോട്ടോഴ്സ്, ഭാരതി എയർടെൽ, AB ക്യാപിറ്റൽ, ഗെയിൽ, ഹീറോ മോട്ടോകോപ്പ്, സീമെൻസ് തുടങ്ങിയ സ്റ്റോക്കുകളുടെ Q4 റിസൾട്ടാണ് ഇന്ന് റിലീസ് ആവുന്നത്. ആ ഒരു സ്റ്റോക്കിലൊക്കെ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവരും അതേപോലെ തന്നെ ഷോർട്ട് ടൈം ട്രേഡ് ചെയ്യുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കുക. നല്ല രീതിയിലുള്ള ചേഞ്ചസ് ഈ സ്റ്റോക്കുകളിൽ അവരുടെ Q4 റിസൾട്ട് കഴിഞ്ഞതിന് ശേഷം വരുന്നതായിരിക്കും. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റിൽ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കാനുള്ളത്. അപ്പം ഇന്ന് ട്രേഡ് ചെയ്യുമ്പോൾ എല്ലാവരും നല്ല രീതിയിൽ സൂക്ഷിച്ച് തന്നെ ട്രേഡ് ചെയ്യുക. കാരണം ഇന്നലെ വൻതോതിലുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ് റാലി നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിച്ചായിരുന്നു. അപ്പം ഇന്ന് അതിൻ്റെ ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ അതേപോലെ തന്നെ ഒരു റിവേഴ്സ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നമ്മളെല്ലാവരും നോക്കിയിരിക്കണം. അപ്പം എല്ലാവരും ട്രേഡ് ചെയ്യുന്നവർ വളരെ സൂക്ഷിച്ച് തന്നെ ട്രേഡ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഡെയിലി മാർക്കറ്റ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. സൈനിങ് ഓഫ്, ജോപ്പി മാർക്കോസ്.